ബൂസിന് വേണ്ടിയുള്ള ചിക്കൻ ഇവിടെ മസാലകൾ ചേർത്ത് റെഡിയായി കേട്ടോ. ചെറിയ കപ്പ് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ചോറിനും മസാലക്കും കൂടി ആവശ്യമായ വെളിച്ചെണ്ണയാണ്. ഗ്രാമ്പ്, ഒരു കഷ്ണം കറുവപ്പട്ട, ഇത്തിരി പെരുംജീരകം. ഇത് പൊട്ടിക്കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർക്കാം. ഒരു സവാള ചെറുതായി അരിഞ്ഞത്. നമ്മൾ ചിക്കൻ പൊരിച്ചെടുക്കാനോ അതിന് വേണ്ടിയാണ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് ഇത്തിരി കറിവേപ്പില ഇട്ട് വെക്കുക. നമുക്ക് ഇതിലേക്ക് മാറ്റാം. നമ്മൾ ആദ്യം വെച്ച മസാല ഇല്ലേ, അത് റെഡിയാകുമ്പോഴത്തേക്ക് നമ്മൾ ചിക്കൻ പൊരിഞ്ഞ് വരിക. പൊരിഞ്ഞ് വന്നിട്ട് നമുക്ക് ഇതിലേക്ക് മാറ്റാം. എടുക്കുന്നത് ചെറിയ നെയ്ച്ചോറിനുള്ള അരി, 1 കപ്പ് അരിയാണ് എടുത്തത്. ചെറിയ ജീരക മസാല അരിയാണ് എടുത്തത്. ഇത് നെയ്ച്ചോറ് വെക്കുന്ന അരിയാണ്, അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചിക്കൻ മസാല 1 സ്പൂൺ ഇട്ടിട്ടോ. നമ്മുടെ മസാലയാണ് ഇത്. ഇതിനകത്തേക്ക് 1/4 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 സ്പൂണ് മല്ലിപ്പൊടി. ഇവ ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ ചിക്കൻ നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ഇട്ടാൽ മതി കേട്ടോ. ഇട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ച നമ്മുടെ അരിയാണ് കേട്ടോ ഇത്. 1 കപ്പ് അരിയുണ്ട് ഇതിന്. ഇനിയിപ്പോൾ നമുക്ക് ഈ 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളം എടുക്കാം. നമുക്ക് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒന്നേ 1/4 കപ്പ് വെള്ളമാണ് ഇതിലൊഴിച്ചത്. ഉപ്പ് അടി. ഇനി നമുക്ക് മൂടി വെച്ച് വെള്ളം തിളച്ച് വരുന്നത് വരെ കാത്തിരിക്കും. ഞാനിപ്പോൾ ഇതിനു വേണ്ടി വെച്ച വെള്ളവും ചിക്കനും എല്ലാം കൂടി ഒന്നിച്ച് തിളച്ച് കഴിഞ്ഞ് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ അരി ഇടാവുന്നതാണ്. മൂടി വെക്കട്ടോ. നല്ലോണം തിളച്ച് വറ്റി വരുന്നത് വരെ നമുക്കിത് മൂടി വെക്കാം. നമ്മുടെ മജ്ബൂസിന് കൂട്ടാനുള്ള അച്ചാർ ഇവിടെ റെഡിയാകുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇതിൻ്റെ മുകളിലായി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലി, പുതിന കൂടി ഇട്ട്. ഇത് ചോറ് ഇവിടെ റെഡിയാകാൻ പോകുന്നുണ്ട്. ഒന്നും കൂടിയും വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് മൂടി വെച്ച് ഒന്നും കൂടിയും വേവണേ. നമ്മളെ ചോറ് ഇവിടെ റെഡിയായി കേട്ടോ. ഇതാണ് നമ്മൾ ചിക്കൻ മജ്ബൂസ്. നല്ല അടിപൊളി ചോറായി. നല്ല ചിക്കൻ മജ്ബൂസ് ഇവിടെ റെഡിയാക്കി. ഇങ്ങനെയാണ് മജ്ബൂസ് വെക്കേണ്ടത്. അടിപൊളി സൂപ്പർ ചോറാട്ടോ. അതാ ഇനി നമുക്ക് ഇതിന് കൂട്ടാൻ വേണ്ടി നമ്മുടെ ചോറ് എങ്ങനെയുണ്ട്?
അടിപൊളി സൂപ്പർ ചോറാണ്. എനിക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.